വിശദമായ വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാനിരിക്കെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥി പട്ടിക വൈകാതെ പ്രഖ്യാപിക്കും. ലത്തീൻ സഭയുടെ പിന്തുണയോടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പാളയംപാടിലടക്കം പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ്. തർക്കങ്ങൾ പരിഹരിച്ചു എന്നത് അവകാശവാദം മാത്രമാണെന്ന് ജോസഫ് വിഭാഗം ജില്ലാ നേതാക്കളും സ്ഥാനാർത്ഥികളും ന്യൂസ് 18നോട് പ്രതികരിച്ചു. ആക്ച്വലി കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ല ഇന്നിപ്പോൾ ഫോർവേഡ് ബ്ലോക്കിന് പോലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സീറ്റ് കൊടുത്തു. പക്ഷെ നമ്മൾ ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നേ ഇല്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് പല മേഖലകളിലും നമുക്ക് ജയിക്കാൻ സാധിക്കുന്നതും എന്നാൽ ജയത്തെ നിർണായകമായി സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തി നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇത് പാളയം സ്ഥാനാർത്ഥി. അപ്പോൾ മത്സരരംഗത്ത് ആദ്യമായിട്ടാണോ? ഇലക്ഷന് ആദ്യമായിട്ടാണ്. അല്ലാതെ ഇലക്ഷന് ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. മാക്സിമം എങ്ങനെയാണ് രണ്ട് പ്രബല മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ വേണം മത്സരിക്കാൻ. അതിനുള്ള പ്രവർത്തനങ്ങൾ, അതിനുള്ള പിന്തുണ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും പാർട്ടിയിൽ നിന്ന് പിന്തുണയുണ്ട്. അതുകൊണ്ട് ഞാൻ സന്തോഷമാണ്, തൃപ്തിയുമാണ് മാക്സിമം. അല്ലെ, UDFന്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മറിച്ച് മത്സരിക്കാൻ നിൽക്കുന്നത്. അതുണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. ഇതിനോട് എനിക്ക് വലിയ പേടിയൊന്നുമില്ല. ഞാൻ മുന്നോട്ട് പോകും. ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ്, തീർച്ചയായിട്ടും ജയിക്കും. കാരണം ഈ ഒരു സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ നിങ്ങൾ തന്നെ ഈ വാർഡിലോട്ടൊന്ന് തിരക്കി നോക്കുക. അത്രയും വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയിലൂടെയും TSSലൂടെയൊക്കെ സുപരിചിതയായി വർഷങ്ങളോളം ഇവിടുത്തെ ഓരോ ജനങ്ങളുടെ ഇടയിലും പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. എന്തായാലും കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയല്ല. ഓരോ ജനങ്ങളെ വ്യക്തമായി ഓരോരുത്തരുടെ പേരുൾപ്പെടെ അറിയാവുന്ന സ്ഥാനാർത്ഥിയാണ്. കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതൻ PK രാഗേഷിനെ LDF പിന്തുണച്ചേക്കുമെന്ന് സൂചനകൾ ശക്തമാണ്. നിലവിലെ ഡെപ്യൂട്ടി മേയർ P ഇന്ദിരയെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെയും ഒരു വിഭാഗത്തിന് വിയോജിപ്പുണ്ട്. മലപ്പുറത്ത് സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുള്ള UDF യോഗം ഉടൻ ചേരും. വെൽഫെയർ പാർട്ടി തൃണമൂൽ സഖ്യധാരണയുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി, ഒപ്പം CV അനുമോദ് മലപ്പുറത്തു നിന്നും. ആദ്യം ഡാനിലേക്ക്. ഡാൻ, തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു അഭിമാന പ്രശ്നമാണ് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും. കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തെത്താനാണ് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിറങ്ങിയത്. LDFനെ സംബന്ധിച്ച് ആര്യയ്ക്ക് ശേഷം ഇനി ആര് എന്നതാണ് ചോദ്യം. നിലനിർത്തുക എന്നത് അഭിമാന പ്രശ്നമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്താണ് BJPയുടെ ലക്ഷ്യം. ഒന്ന് ശ്രമിച്ചാൽ വിജയിക്കാമെന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. അതിനൊക്കുന്ന ഒരു പട്ടിക വേണം. പക്ഷേ ഇവിടെയൊക്കെ പ്രശ്നമാവുന്നത് ഈ മുന്നണിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രാദേശികമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ മറികടന്നുകൊണ്ട് എന്താണ് മൂന്ന് മുന്നണികളുടെയും അവസാനഘട്ട തയ്യാറെടുപ്പുകൾ? LDF BJP പട്ടിക ഇന്നുണ്ടാവുമോ? തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം അടുത്ത ദിവസം തന്നെ ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ നാളെ തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നേക്കാം. അതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള അവസാനവട്ട ചർച്ചകളാണ് LDFന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയും ഉടൻ തന്നെ പ്രഖ്യാപിക്കും. കഴിഞ്ഞ ദിവസം വൈകാതെ 2 ദിവസത്തിനകം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് BJP നേതൃത്വം അറിയിച്ചിരുന്നതെങ്കിലും ചില വാർഡുകളുടെ പേരിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നതാണ്. തർക്കം രൂക്ഷമായതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാൻ കാരണം. അതേസമയം UDF ഒരുപടി മുമ്പിലാണ്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ബഹുഭൂരിപക്ഷം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മാത്രവുമല്ല, ഏതാണ്ട് ആദ്യഘട്ട പ്രചാരണം എല്ലാ വാർഡുകളിലും, ഏതാണ്ട് 86ഓളം വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ പൂർത്തിയാക്കിയ സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു വിമത നീക്കം വരുന്നത്. പ്രധാനപ്പെട്ട പല വാർഡുകളിലും, അതായത് കവടിയാറിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് മത്സരിക്കാനുള്ള നീക്കമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നടത്തുന്നത്. പക്ഷേ അനുരഞ്ജന നീക്കങ്ങളുടെ ഭാഗമായി തർക്കപരിഹാരത്തിന് കോൺഗ്രസ് നേതൃത്വം തന്നെ കേരള കോൺഗ്രസ് നേതൃത്വമായി ചർച്ച നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷയിലാണ് KS ശബരിനാഥൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ. അതേസമയം തങ്ങളുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും ഫോർവേഡ് ബ്ലോക്കിന് വരെ സീറ്റ് നൽകിയിട്ടും തങ്ങൾക്കൊരു സീറ്റ് നൽകാൻ തയ്യാറായില്ല എന്ന പരിഭവം പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പാളയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ
നിലവിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും 3 മുന്നണികൾക്കകത്തും തർക്കങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. പ്രത്യേകിച്ച് എല്ലാ വാർഡുകളിലും പൊതുസമ്മതരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ലഭിക്കുക എന്ന് പറയുന്നത് 3 മുന്നണികൾക്കും ഒരുപോലെ തന്നെ വെല്ലുവിളിയാണ്. എന്തായാലും കോൺഗ്രസ് മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടം ഇത്തരത്തിലൊരു എഡ്ജ് ഉണ്ടാക്കുക, സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും അതോടൊപ്പം പ്രചാരണത്തിലുമൊക്കെ ഒരു എഡ്ജ് ഉണ്ടാക്കുക എന്നത് വലിയൊരു പോസിറ്റീവ് ഫാക്ടറായി UDF കോൺഗ്രസ് പ്രത്യേകിച്ച് നോക്കിക്കാണുന്നു. അത് തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. ഈ 10ൽ നിന്ന് കൃത്യമായി നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്നൊരു വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ UDF ക്യാമ്പിന്റെ പ്രചാരണം മുമ്പോട്ട് പോകുന്നത്. ഡാനി, BJPയുടെ കാര്യത്തിൽ അവർക്ക് വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടെങ്കിലും ആദ്യഘട്ടത്തിൽ വെടിപൊട്ടി തുടങ്ങിയത് BJP ക്യാമ്പിൽ തന്നെയാണ്. ഒരു രാജ്യഭീഷണി ഉണ്ടായി, അതിന് പുറകെയുള്ള സമവായപ്പെടുത്തൽ ഉണ്ടായി. പക്ഷേ ഇതേ പ്രശ്നം BJPക്കകത്തുമില്ലേ? അവരുടെ ഈ താല്പര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പട്ടിക അതുണ്ടാക്കുന്നത് എത്രത്തോളം ശ്രമകരമാണ്? അതായത് പല പ്രമുഖ മുഖങ്ങളുടെയും പേരുകൾ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം, കവടിയാറിൽ KS ശബരിനാഥനെതിരെ, കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായ KS ശബരിനാഥനെതിരെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ VV രാജേഷിനെ മത്സരിപ്പിക്കാനുള്ള വലിയ സമ്മർദ്ദമുണ്ട്. പക്ഷേ VV രാജേഷ് ഇപ്പോഴും അതിന് പൂർണ്ണമായി ഒരു സമ്മതം അറിയിച്ചിട്ടില്ല. അതുതന്നെയാണ് BJP കേന്ദ്രങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു അനിശ്ചിതത്വം. VV രാജേഷ് വട്ടിയൂർക്കാവിൽ തനിക്ക് മത്സരിക്കണം എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കണം. വട്ടിയൂർക്കാവിന്റെ ഭാഗമായുള്ള വാർഡിൽ മത്സരിക്കാനുള്ള താല്പര്യത്തിലാണ് അദ്ദേഹം. പക്ഷേ ഒരു തരത്തിൽ ഈ VV രാജേഷിന് പുറമെ മറ്റ് ചില പേരുകൾ കൂടി, അതായത് R ശ്രീലേഖയുടെ ഉൾപ്പെടെ, മുൻ DGP R ശ്രീലേഖയുടെ ഉൾപ്പെടെ പേരുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജീവമായി തന്നെ ചർച്ചകളിലുണ്ട്. പക്ഷേ പാർട്ടി നേതൃത്വം തന്നെ ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ല എന്നാണ് R ശ്രീലേഖ നമ്മളോടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. കാരണം തിരുവനന്തപുരം തലസ്ഥാനത്ത് ഈ കോർപ്പറേഷൻ പിടിച്ചാൽ തീർച്ചയായിട്ടും ഒരു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലിലാണ് BJP ക്യാമ്പുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ തർക്കങ്ങൾ രമ്യമായി പരിഹരിച്ചുകൊണ്ട് മാത്രം സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കിയാൽ മതി എന്നൊരു നിലപാടിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നത്. കാരണം ആ തർക്കങ്ങളുടെ പേരിൽ ജയസാധ്യത കളഞ്ഞുകുളിക്കാനില്ല. അങ്ങനെ ഒരു പ്രശ്നം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായാൽ അത് ജയസാധ്യതകളെ ബാധിക്കും. അതുകൊണ്ട് ആ തർക്കങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചതിന് ശേഷം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടാൽ മതി എന്നൊരു നിലപാടിലാണ് BJP എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിജ്ഞാപനം വരുന്നതോടെ ഈ അന്തിമ ചിത്രം വ്യക്തമാകും. വലിയ പ്രതീക്ഷയോടെയാണ് 3 മുന്നണികളും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എന്നതാണ് വാസ്തവം. ശരി, ഡാനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് തന്നെ CPMന്റെ LDFന്റെ ലിസ്റ്റും കൂടി ഉണ്ടാവുമോ എന്ന് അറിയേണ്ടതുണ്ട്. അതുകൂടി വന്നാൽ ഒരുപക്ഷെ ഈ 2 പട്ടിക കൂടി വരുമ്പോഴേക്കും നമുക്കൊരു തീരുമാനം അറിയും. മലപ്പുറത്ത് സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ UDF യോഗം ഉടൻ ചേരുകയാണ്. അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, അവിടെ സഖ്യധാരണയുടെ കാര്യത്തിലാണ് ഒരു തീരുമാനം വേണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എടുത്ത തീരുമാനം ഗുണം ചെയ്തോ അതോ അത് ദോഷമാണോ ചെയ്തത്? ഈ തരത്തിലുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടി